ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ പ്രദീപിന് നേരെ ഡോക്ടറുടെ കയ്യേറ്റ ശ്രമം. ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റി ഡോക്ടർ അൻസിലാണ് പ്രദീപിനെ പിടിച്ചു തള്ളിയത്. സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചതിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തിയപ്പോഴാണ് കയ്യേറ്റ ശ്രമം. ഡോക്ടർക്കെതിരെ DMOയ്ക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. ഗോകുൽനാഥാണ് ചേരുന്നത്. ഗോകുൽ, എന്താണ് പ്രകോപനത്തിനിടയാക്കിയത്? ഡോക്ടറുടെ ഭാഗത്ത് തന്നെയാണോ പിഴവ് സംഭവിച്ചത്? വിനിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ നഗരസഭാ ചെയർമാന് നേരെയാണ് ഈ ഡ്യൂട്ടി ഡോക്ടറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ഡോക്ടർ കയ്യേറ്റ ശ്രമം നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പരാതിയായി ഉയരുന്നൊരു കാര്യം. എന്തായാലും നഗരസഭാ ചെയർമാൻ ഇപ്പോൾ നിലവിൽ പോലീസിനടക്കം ആറ്റിങ്ങൽ പോലീസിനടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ ആറ്റിങ്ങലിലെ ഒരു ട്യൂഷൻ സെന്ററിൽ അധ്യാപകൻ സ്കൂൾ വിദ്യാർത്ഥിയെ വടികൊണ്ട് മാരകമായി മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് രക്ഷകർത്താവ് കുട്ടിയുമൊത്ത് വലിയ ഈ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു. ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയ മുനിസിപ്പൽ ചെയർമാൻ പ്രദീപിനെ ഈ ഡോക്ടർ കയ്യേറ്റം ചെയ്തതെന്നാണ് ഇപ്പോൾ നിലവിൽ പരാതിയിൽ പറയുന്നത്. അതായത് പോലീസിൽ പരാതിപ്പെടുവാനായി ഡോക്ടറോട് വൂണ്ട് സർട്ടിഫിക്കറ്റ്, അതായത് മുറിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊരു സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് ചെയർമാൻ നേരിട്ട് തന്നെ എത്തിയത്. ഈ ഘട്ടത്തിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചെയർമാനെ ഡോക്ടർ പിടിച്ചു തള്ളി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കാഷ്വാലിറ്റി ഡോക്ടർ അൻസിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയത്ത് തന്നെ ഈ CCTV ദൃശ്യങ്ങളുടെയും പരാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ DMOയ്ക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത്തരത്തിൽ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ്. എന്തായാലും ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്താണ് ഈ പ്രകോപന കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വിനിത, ശരി, ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.